വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം തീരും മുൻപേ ഭൂചലനം എത്തിയോ? അമ്പലവയലിൽ വലിയ ശബ്ദം കേട്ടതായും ചെറുതായി ഭൂമികുലുക്കം ഉണ്ടായതായും നാട്ടുകാർ പറയുന്നുണ്ട്. എടയ്ക്കൽ എന്ന സ്ഥലത്തു നിന്നാണ് ശബ്ദം കേട്ടതെന്നാണ് വിവരം. എന്നാൽ ഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ സൈസ്മോളജി ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് NCS ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, തൊടുപുഴ എന്നിവിടങ്ങളിലാണ് NCSന്റെ ഭൂകമ്പ മാപിനികൾ ഉള്ളത്. വയനാടിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന മംഗലാപുരത്തെ മാപിനിയിൽ ഈ പ്രകമ്പനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഭൂകമ്പ മാപിനിയിൽ റിക്ടർ സ്കെയിൽ 2-3 തീവ്രത ഉണ്ടായാൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. വയനാട്ടിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ഒരു സിഗ്നലും ലഭിച്ചിട്ടില്ലെന്നാണ് NCS വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഉൾവനത്തിലെ മലകൾ ഇടിയുകയോ മറ്റോ ചെയ്തതിൻ്റെ ശബ്ദവും പ്രകമ്പനവുമാകാം. മഴയെ തുടർന്നാണ് തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നേരിയ ഭൂചലനങ്ങൾ ഉണ്ടായത്. ഇത് NCS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുണ്ടാകുന്ന ഭൂകമ്പവും ഹിമാലയത്തിലും ആൻഡമാനിലും ഉണ്ടാകുന്ന ഭൂകമ്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമിയുടെ ഉപരിതല പാളികൾ തമ്മിൽ കൂട്ടിയിടിക്കാറുണ്ട്. ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഹിമാലയത്തിലും ഡൽഹിയിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കെട്ടിടങ്ങൾ തകരാനും മറ്റും കാരണമാകുന്നു. അവിടെ നിന്നും 3000-ലധികം കിലോമീറ്റർ ദൂരത്തായാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിലെ ഡാമുകളിൽ അധിക മഴ പെയ്താൽ വെള്ളം എത്തുകയും ഇത് കൂടുതൽ മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് നേരിയ ഭൂകമ്പത്തിന് കാരണമാകുന്നു. എന്നാൽ കുന്നംകുളം പോലുള്ള സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. അവിടെ ഡാമുകളൊന്നുമില്ലെങ്കിലും ആ പ്രദേശത്ത് ഭൂമി വിണ്ടുകീറൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ജിയോളജിയിൽ ഇതിനെ ഫോൾഡുകൾ എന്ന് പറയുന്നു. ഇത്തരം ഫോൾഡുകളുള്ള പ്രദേശങ്ങളിൽ അമിത മഴ പെയ്യുമ്പോൾ വിള്ളലുകളിൽ വെള്ളം എത്തുകയും ഉള്ളിൽ മർദ്ദം കൂടി ഭൂചലനം ഉണ്ടാവുകയും ചെയ്യുന്നു. കേരളത്തിലെ ഭൂകമ്പങ്ങളെ തൽക്കാലം പേടിക്കേണ്ടതില്ല എന്നും ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് പോലെയുള്ള വലിയ ഭൂകമ്പങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ മഴ സമയത്ത് മണ്ണ് കുതിർന്നിരിക്കുന്ന സമയത്ത് ചെറിയ ഭൂചലനം ഉണ്ടായാൽ അത് മറ്റൊരു ദുരന്തമായി മാറിയേക്കാം. ചെറിയ കുലുക്കമാണെങ്കിലും നനഞ്ഞ മണ്ണ് ഇളകിയാൽ അത് മണ്ണിടിച്ചിലിന് കാരണമാകും. പൊട്ടാനായി കാത്തു നിൽക്കുന്ന മലകൾക്ക് ചെറിയ അനക്കമുണ്ടായാൽ പോലും അവ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതിനാൽ ശക്തമായ മഴയുള്ളപ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതാണെന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു.